അന്നെ പോലത്തെ ഉള്ള പെണ്ണുങ്ങൾ അവരത് ഇഞ്ഞും ഞാൻ അവിടെ വിളിച്ചു വരും. ഇതവിടെ വട്ടത്തിൽ ഇരുത്തിട്ടുണ്ടാ ആട് പാമ്പേ ആടാട് പാമ്പേ. എൻ്റെ മച്ച പൊളിച്ചുടാ, നീ സൂപ്പർ, നല്ല കൃത്യമായിട്ട് കൊടുത്ത്. ഇതുപോലുള്ള കുറേ എണ്ണം ഉണ്ട് ഫെമിനിസ്റ്റുകൾ എന്നും പറഞ്ഞിട്ട് എന്തെന്നാന്ന് പറയുന്നുണ്ടെന്ന് ഇവർക്ക് തന്നെ അറിയില്ല. ഒരു വിവരവും വിദ്യാഭ്യാസവും ഇല്ല, കുറച്ചെണ്ണം റീച്ചിന് വേണ്ടിയിട്ടും ദൃശ്യ മാധ്യമങ്ങളിൽ നിന്ന് ഇങ്ങനെ പൈസ കിട്ടാൻ തുടങ്ങിയതോട് കൂടിയിട്ട് എന്തിനും തയ്യാറായിട്ടാണ് അവരെ വരവ്. എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ഫെമിനിസ്റ്റുകളാണ്, മാങ്ങാത്തൊലിയാണ്, ഓലക്കര മൂട്. ഏതായാലും പറയേണ്ട ഇതുപോലെ കൃത്യസമയത്ത് പറഞ്ഞതിൽ വളരെ സന്തോഷം. സാധാരണ ഇങ്ങനത്തെ വീഡിയോക്ക് ഒന്നും റിയാക്ഷൻ ചെയ്യാറില്ല, പക്ഷെ ഇത് കണ്ടിട്ട് താങ്കളെ അഭിനന്ദിക്കാണ്ടിരിക്കാൻ കഴിയില്ല മച്ചാ, സൂപ്പർ. മെയിൽ ഷോവിനിസ്റ്റ് ഗൈസ്, നിങ്ങൾ ഇതാരാണ് കണ്ടുപിടിക്കണം. എന്തായാലും വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ ഇതാരാണ് പറയാം. ക്യാമറ ഓണാക്കി വെച്ച് 2 കളറിലുള്ള ചന്ദനക്കുറിയും തൊട്ട് ഒരു ഷർട്ട് ഇട്ട് കഴുത്തിൽ മാലയിട്ട് ഒരു പാണ്ടിമുണ്ട് കൊടുത്തുകൊണ്ട് ഇങ്ങനെ വന്നിരുന്ന് സ്ത്രീ വിരോധം അടിക്കുക. നിങ്ങൾ എന്റെ വീഡിയോ കാണാൻ തുടങ്ങിയിട്ട് എത്ര കാലമായെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ ഈ ഫീമെയിൽ എന്താ നീ പറഞ്ഞ പോലത്തെ സംഭവം ആവാൻ ഉണ്ടായ ഒരു കാരണം എന്താന്ന് എനിക്കറിയോ? ഞാൻ ഈ കാണുന്ന അടുക്കളല്ലേ, ഈ അടുക്കളയിൽ നിന്ന് ഫുഡ് ഉണ്ടാക്കിയിട്ട് എന്റെ വടുക്കോടത്ത് നിന്ന് തിന്നിട്ട് മാന്യം മര്യാദക്ക് നാട്ടുകാരെ തീട്ടത്തിലെ തരി നോക്കി നടക്കുന്ന ഒരാളല്ലായിരുന്നു ഞാന്. എന്റെ ഈ അടുക്കളയിൽ നിന്ന് ഉണ്ടാക്കിയ ഫുഡ് അവിടെ വെച്ച് ഉണ്ടാക്കിയിട്ട് ആ ഒരു ഫുഡിന്റെ വീഡിയോസും വല്ലപ്പോഴും ഒന്നും മുണ്ട് മടക്കി കുത്തുന്ന ഒരു വീഡിയോസും ചെയ്തിട്ട് ഞാൻ എന്റെ വഴിയിൽ കൂടെ പോയിരുന്നതാ. അപ്പോഴാണ് നീ അടങ്ങുന്ന ഇവിടെ ഫെമിനിസ്റ്റ് എന്ന് പറയുന്ന ചിന്താഗതിയുള്ള ആൾക്കാർ വന്നിട്ട് എന്റെ കമന്റ് ബോക്സിൽ വന്നിട്ട് ഞാൻ ജനിച്ച നാടിന്റെ പ്രശ്നം, ഇവൻ നാട്ടും പുറത്തുനിന്ന് വരുന്നവനാണ്, ഇവന് സംസ്കാരം ഇല്ലാത്തവനാണ്, ഇവന് മുണ്ടും മര്യാദക്ക് കൊടുക്കാൻ അറിയാത്തവനാന്ന് പറഞ്ഞിട്ട് എന്റെ മുട്ടയമ്മ തൂക്കട്ട കെട്ടിയത്. അപ്പോഴാണ് ഞാൻ ആ തൂക്കട്ട കണ്ട് ഊരിയിട്ട് അന്നെ പോലുള്ള ആൾക്കാർ അവരാതെ ഇവിടെ വന്നപ്പോ വിളിച്ചു പറഞ്ഞത്. ഞാന് നീ അടങ്ങുന്ന ആൾക്കാർ ഇവിടെ തോന്നിവാസം കാണിച്ചപ്പോഴാണ് ഞാൻ പറയാൻ തുടങ്ങിയത്. അതിന്റെ മുന്നേ പ്ലേറ്റ് മാൻ അങ്ങനെയല്ലായിരുന്നു. ഈ പ്ലേറ്റ് മാൻ എന്ന പേര് തന്നെ എന്താന്ന് അറിയാം എനിക്ക്? ഇതാ ഈ പ്ലേറ്റിൽ ഫുഡ് അടിച്ചോർന്ന് വീഡിയോ ഇട്ടോർന്നെ ഞാന്. അപ്പോഴാണ് അന്നെ പോലത്തെ ആൾക്കാർക്ക് ക്രിമികടി ഇളകിയത് എന്നെ കണ്ടിട്ട്, എന്റെ ഈ കോലത്തിനെ കണ്ടിട്ട്, എന്റെ നാടും എന്റെ വീടിനൊക്കെ പറഞ്ഞ് അധിക്ഷേപിച്ചിട്ട് കമന്റ് ബോക്സിൽ പൊന്നാര മോള് കുറച്ച് പിന്നീക്ക് പോയി നോക്ക്, അവിടെ കെടുക്കുണ്ടാവും. അങ്ങനെയാണ് ഞാൻ ഈ വേഷം കെട്ടിയത്. അപ്പോഴാണ് അന്നെ പോലത്തെ ആൾക്കാരെ അണ്ണാക്കിലേക്ക് ഞാൻ അടിച്ചു തുടങ്ങിയത് ട്ടാ. അത് ഈ കണ്ടിട്ടില്ല. ഈ ഇന്നലെ പൊട്ടി വീണതാ. കുറച്ച് കാലമായി പ്ലേറ്റ് മാൻ ഇവിടെ നടക്കുന്നു ഫുഡ് അടിച്ചിട്ട് വീഡിയോ ഒക്കെ ഇട്ടിട്ട്. മാന്യം മര്യാദയ്ക്ക് പോയോന്ന് ഒരുത്തന്നെ മുട്ടായ്മ കയറി ഊഞ്ഞാലാടിയിട്ട് ഇപ്പൊ ഞാന് വേഷം കിട്ടുകാരനായില്ലേ. ഞാനൊക്കെ പെണ്ണുങ്ങൾക്ക് വേണ്ടി സംസാരിച്ച പോലെ ഈയൊക്കെ എവിടെയെങ്കിലും ഒരു വീഡിയോ ഇട്ടുണ്ട് ചെയ്തിണ്ടാ? ഈ അടങ്ങുന്ന ഫെമിനിസ്റ്റുകള് ഞാൻ സംസാരിച്ച പോലെ എത്ര എണ്ണം ഇവിടെ ചെയ്തിട്ടുണ്ട് സ്ത്രീകൾക്ക് വേണ്ടി. ഇനിയും കിട്ടും, എണ്ണി അടിക്കും എല്ലാത്തിനും. ഞാനിവിടെ മര്യാദക്ക് പോയ എന്നെ വേണ്ട ഇതൊരു സൈഡിൽ കൂടെ പോയ എന്നെ ഈ കളത്തേക്ക് ഇറക്കിയിട്ട് ഇപ്പൊ ഇതൊക്കെ കൂടിയിട്ട് ഇന്നെ എന്താ മെയിൽ ഷോവിനിസ്റ്റാ. ആടിന്ന് അങ്ങനെയാണെങ്കിൽ ഞാൻ മെയിൽ ഷോവിനിസ്റ്റ് തന്നെയാ. അന്നെ പോലത്തെ ഉള്ള പെണ്ണുങ്ങൾ അവരത് ഇഞ്ഞും ഞാൻ അവിടെ വിളിച്ചു വരും. ഇതവിടെ വട്ടത്തിൽ ഇരുത്തിട്ടുണ്ടാ ആട് പാമ്പേ ആടാട് പാമ്പേ ആടാട് പാമ്പേ കളിപ്പിക്കും ഞാനിവിടെ കേട്ടാ. വേഷം കെട്ടിട്ട് ഇന്റെ അടുത്തേക്ക് ഇറങ്ങിയേക്കണിച്ച് അല്ല. അപ്പൊ നിങ്ങളെ പരിപാടികൾ നടക്കട്ടെ, നമ്മളിവിടെയൊക്കെ തന്നെ ഇടിച്ചാത്തറട്ടെ.